എല്ലാവർക്കും പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ 2 മൊഡ്യൂളിൽ പ്രധാന ടോപ്പിക്കുകൾ നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള പ്രധാന ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കഴിഞ്ഞ 2 മൊഡ്യൂളിലെ ഫസ്റ്റ് മൊഡ്യൂളിലും അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ 3rd മൊഡ്യൂളാണ്. ഓക്കെ, പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിലെ 3rd മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിലും പഠിക്കാനുണ്ടായിരിക്കുള്ളൂ. നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കുമ്പം കുറച്ച് കോമൺ ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിലബസ് നോക്കുമ്പോഴും വളരെ ചെറിയ ടോപ്പിക്സ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 5th സെമസ്റ്ററിൽ പഠിക്കാനുള്ള പേപ്പറാണ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. നമ്മുടെ ആ ഒരു 3rd മൊഡ്യൂളിലെ സിലബസാണ് നമുക്കിവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിതാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. നമ്മളത് ഫൈനലി ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് നമുക്ക് ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഇൻ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഈസ് ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കൺസേൺഡ് വിത്ത് ദ ഡിസൈൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദ എനർജി റിലീസ്ഡ് ബൈ ന്യൂക്ലിയർ പ്രോസസ്സസ്. അതായത് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പല തരത്തിലുള്ള ന്യൂക്ലിയർ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ട് അവിടുന്ന് എനർജി റിലീസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എനർജി പ്രൊഡക്ഷൻ ചെയ്യാം. ആ ഒരു എഞ്ചിനീയറിംഗ് എന്തിനാണ് നമ്മൾ ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പല ന്യൂക്ലിയർ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ട് നമ്മൾ എനർജി റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ കോമൺ ആയിട്ട് ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് ഈസ് ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഡീസൽ പവർ പ്ലാന്റ് അതുപോലെ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സ്റ്റീം പവർ പ്ലാന്റ് ഒക്കെ പഠിച്ചു. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്, അവിടെ ഫൈനലി ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ പഠിക്കാനുള്ളത് നമുക്ക് എന്തായിരിക്കും, ഈ ഒരു ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേഷനാണ് ഫൈനലി കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഈസ് ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൽ നമുക്കിനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു ബേസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കാം. അതായത് അതിൽ വരുന്നതാണ് ഒന്ന് ന്യൂക്ലിയർ ഫ്യൂഷനും രണ്ടാമത്തെയാണ് ന്യൂക്ലിയർ ഫിഷനും. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്, അതുപോലെ ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്. പിന്നെ വരുന്നതാണ് ഇവിടെ പറഞ്ഞ പോലെ ആൽഫ ഡി കെ വരുന്നുണ്ട്, പിന്നെ ബീറ്റ ഡി കെ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഡിപ്ലോമ സിലബസിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഭാഗമാണ് ആൽഫ ഡി കെയും ബീറ്റ ഡി കെയും. നമുക്ക് ആവശ്യമുള്ള ഭാഗം സിലബസിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണ്, നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചും അതുപോലെ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. ഏതൊക്കെ തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണുള്ളത്, ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്. ഇനി നമ്മളിതിൽ വരുന്ന ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ഇൻ ന്യൂക്ലിയർ ഫ്യൂഷൻ എ മിനിമം ഓഫ് 2 അറ്റോമിക് ന്യൂക്ലിയസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ടു കമ്പൈൻ ആൻഡ് ഫോം എ സിംഗിൾ ന്യൂ ന്യൂക്ലിയസ്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് മിനിമം ഏതെങ്കിലും ഒരു 2 അറ്റോമിക് ന്യൂക്ലിയസ് നമ്മൾ എന്ത് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, പുതിയൊരു ന്യൂക്ലിയസ് നമ്മൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 അറ്റോമിക് ന്യൂക്ലിയസ് നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു സിംഗിൾ ന്യൂക്ലിയസ് ഉണ്ടാക്കുന്ന ആ ഒരു ഫോർമേഷനാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് എന്തായിരിക്കും, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. ഇവിടെ പറഞ്ഞ പോലെ എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു 2 അറ്റോമിക് ന്യൂക്ലിയസ് തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും, ഒരു ന്യൂക്ലിയസും ഉണ്ടാകും, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു എനർജി എന്ത് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഒരു ഹൈ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച്
2 light atomic nuclei combine to form a single heavier one while releasing massive amounts of energy. An example ആണ് hydrogen atoms under fusion produces helium. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് കൂട്ടിച്ചേർത്ത് ഫ്യൂസ് ചെയ്തെന്തായിരിക്കും ഹീലിയം എന്ന് പറയുന്ന പുതിയ ആറ്റം അല്ലെങ്കിൽ പുതിയ ന്യൂക്ലിയസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. സാധാരണ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുള്ളതാണ് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതുപോലെ തന്നെ എക്സാമ്പിളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ന്യൂക്ലിയർ ഫ്യൂഷന് എക്സാമ്പിളും പറയാൻ പറ്റും. അതായത് നമ്മുടെ സണ്ണിൽ നടക്കുന്ന ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷനാണ് ശരിക്കും സണ്ണിൽ സംഭവിക്കുന്നത്. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് ട്രിറ്റിയം ആൻഡ് ഡ്യൂട്ടീരിയം ഫ്യൂസ് വിത്ത് ഈച്ച് അതർ ടു ഫോം എ ന്യൂ ഹീലിയം ന്യൂക്ലിയസ് വിത്ത് ദ റിലീസ് ഓഫ് മാസീവ് ഫോംസ് ഓഫ് എനർജി. ഓക്കെ, ഇപ്പോൾ ട്രിറ്റിയം അല്ലെങ്കിൽ ട്രൈറ്റിയം എന്ന് പറയാം. ട്രിറ്റിയം അതുപോലെ തന്നെ ഡ്യൂട്ടീരിയം തമ്മിൽ കൂട്ടിച്ചേർത്ത് ഫ്യൂസ് ചെയ്തുകൊണ്ട് ട്രിറ്റിയം ഉണ്ട് ഡ്യൂട്ടീരിയം ഉണ്ട്, അവ തമ്മിൽ കൂട്ടിച്ചേർത്ത് പുതിയ ന്യൂക്ലിയസ് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഹീലിയം. ഓക്കെ, അപ്പോൾ ആ ഹീലിയം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മാസീവ് എമൗണ്ട് ഓഫ് എനർജിയും അവിടെ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞ പോലെ ട്രിറ്റിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്. ഇത് ട്രിറ്റിയം ആറ്റംസ്, ഇത് ഇത് ഡ്യൂട്ടീരിയം ആറ്റംസ്, ഇത് ട്രിറ്റിയം ആറ്റംസ്. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്തു, ഇവ തമ്മിൽ കൂട്ടിച്ചേർത്തു. എന്തുണ്ടായി? ഹീലിയം. ഇവിടെ ഉണ്ടോ, ഇവിടെ ഹീലിയം ജനറേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ന്യൂട്രോൺസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിനൊക്കെ എക്സാമ്പിൾ അവൻ ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താ മനസ്സിലാക്കാം, 2 എണ്ണം കൂട്ടിച്ചേർത്ത് പുതിയത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് പുതിയതുണ്ടായി അതിൻ്റെ കൂടെ ഒരു ഹൈ മാസീവ് എമൗണ്ട് ഓഫ് എനർജിയും റിലീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ച് നമുക്ക് ബേസായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷനിലെ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് മനസ്സിലായി. ഇപ്പോൾ ഫ്യൂസ് എന്ന് പറയാൻ പരസ്പരം 2 എണ്ണത്തെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെയാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, രണ്ടാമത്തെയാണ് ന്യൂക്ലിയർ ഫിഷൻ. നോക്കാം. Nuclear fission. In nuclear fission, a heavy nucleus is divided into or disintegrates into 2 fragments of nearly equal masses. അല്ലേ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ന്യൂക്ലിയർ ഫ്യൂഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, 2 എണ്ണം കൂട്ടിച്ചേർത്ത് പുതിയത് ഉണ്ടാവുകയാണ് അല്ലേ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ന്യൂക്ലിയർ ഫിഷനിലാവുമ്പം ഒരു ഹെവി ന്യൂക്ലിയസ് എന്തായി മാറണം, അതിന് ഡിവൈഡായി അല്ലെങ്കിൽ സ്പ്ലിറ്റായി പോവുകയാണ്. A heavy nucleus is divided into or disintegrates into 2 fragments of nearly equal masses. Okay, the process is accompanied by the release of large amounts of energy. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇവിടെ നമ്മളൊരു ഫിഗർ നോക്കി പഠിക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ദ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഓഫ് യുറേനിയം 235. നമ്മളൊരു ന്യൂക്ലിയർ ഫ്യൂവലാണ് യുറേനിയം 235 എന്ന് പറയുന്നത്. അതായത് ദ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഓഫ് യുറേനിയം 235 ഇൻവോൾവ്സ് എ ന്യൂട്രോൺ സ്ട്രൈക്കിംഗ് എ യുറേനിയം 235 ന്യൂക്ലിയസ്. അതായത് ഒരു ന്യൂട്രോൺ ഉണ്ടായിരിക്കും. ഇവിടെ കാണുന്ന പോലെ ഇതൊരു ന്യൂട്രോൺ ആണ്. ഇത് നമ്മുടെ യുറേനിയം 235 ആണ്. ഓക്കെ, ഇത് ന്യൂട്രോൺ, ഇവിടെ കാണുന്ന ഈ ഭാഗം ന്യൂട്രോണും ഇത് യുറേനിയം 235 ആണ്. എന്താ ചെയ്യാൻ പോകുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് എ ന്യൂട്രോൺ സ്ട്രൈക്കിംഗ് എ യുറേനിയം 235 ന്യൂക്ലിയസ്. എന്ത് ചെയ്യും, ഈ ന്യൂട്രോൺ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ യുറേനിയം 235ൻ്റെ മേലെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യും, ചെന്ന് ഇടിപ്പിക്കും. ഓക്കെ, അപ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ ഇറ്റ് കോസിങ് ടു സ്പ്ലിറ്റ് ഇൻ ടു 2 സ്മോളർ ന്യൂക്ലിയസ്. ഓക്കെ, എന്തായി മാറും, ഈ ഒരു ന്യൂട്രോണ് ഈ ഒരു യുറേനിയം 235ൻ്റെ ന്യൂക്ലിയസിൻ്റെ മേലെ ചെന്ന് ഇടിക്കുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റായിട്ട് 2 ആയിട്ട് മാറും. ഇവിടെ കാണുന്നതായിരിക്കും 2 അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് റിലീസ് എനർജി ആൻഡ് അഡീഷണൽ ന്യൂട്രോൺസ്. എന്ത് ചെയ്യും, ഇതുപോലെ നേരത്തെ പറഞ്ഞ തന്നെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് എനർജിയും റിലീസ് ചെയ്യും. അതുപോലെ തന്നെ അഡീഷണൽ ന്യൂട്രോൺസും ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ദ പ്രോസസ് ഈസ് അക്കോംപൈൻഡ് ബൈ ദ റിലീസ് ഓഫ് ലാർജ് എമൗണ്ട്സ് ഓഫ് എനർജി. ചെയിൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വിച്ച് ഈസ് ഫർദർ ഓഫ് 2 ടൈപ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നതാണ് അവിടെ ചെയിൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് ഒരു യുറേനിയം 235 ന്യൂക്ലിയസിൻ്റെ മേലെ ചെന്നെടുക്കുന്ന സമയത്ത് ആ യുറേനിയം 235 എന്ന് പറയുന്ന ആ ഒരു ന്യൂക്ലിയസ് എന്തെങ്കിലും മാറും, സ്പ്ലിറ്റായി മാറി, 2 എണ്ണമായിട്ട് മാറി. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും, അത് വീണ്ടും സ്പ്ലിറ്റായിട്ട് ഈ എന്ത് ചെയ്യും, വീണ്ടും സ്പ്ലിറ്റായിട്ട് വീണ്ടും 2 എണ്ണമായിട്ട് മാറും. അങ്ങനെ ആ ഒരു ചെയിൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒന്നും ചെന്നിടിച്ചു, 2 എണ്ണമായി,
പിന്നെ ഇതിൻ്റെ മേലെ ചെന്നടിച്ചു, അത് രണ്ടെണ്ണമായി, അത് വീണ്ടും സ്പ്ലിറ്റായി, അങ്ങനെ സ്പ്ലിറ്റായി എന്താണ് അവിടെ ചെയിൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഇവിടെ പറയുന്ന പോലെ ഇത് നമ്മുടെ യുറേനിയം 236 എന്ന് പറയുന്ന ആ ഒരു ഫ്യൂവലിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ്റെ എക്സാമ്പിളാണ് കാണിച്ചുള്ളത്. അത് ബി എന്ന് പറഞ്ഞാൽ ബേരിയമാണ്, കെയർ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോണാണ്, പിന്നെ എന്ന് പറഞ്ഞാൽ പുതിയൊരു ന്യൂട്രോണാണ്. ഓക്കെ, പിന്നെ 177 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന എനർജിയാണ്, ഓക്കെ, റിലീസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ ഈ യുറേനിയം 236 എന്ന് പറയുന്ന ഈ ഒരു ന്യൂക്ലിയസ് എന്തായിട്ട് മാറാണ്, ബേരിയമായിട്ടും ക്രിപ്റ്റോണായിട്ടും സ്പ്ലിറ്റായി പോവുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്, ദ ഫിഷൻ റിയാക്ഷൻ ഓഫ് യുറേനിയം 235. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്, നമ്മളൊരു ഇവിടെ കാണുന്ന പോലെ ഒരു ന്യൂട്രോൺ ഒരു ഹെവി ന്യൂക്ലിയസിൻ്റെ മേലെ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ആ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റായിട്ട് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഓക്കെ, അത് വീണ്ടും എന്തായി മാറും, ആ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് വീണ്ടും സ്പ്ലിറ്റായി അടുത്ത 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും. അങ്ങനെ സ്പ്ലിറ്റായി പോയി കാണുന്ന പോലെ ചെയിൻ റിയാക്ഷൻ സംഭവിക്കും. ഇതാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനായിട്ട് ബന്ധമുള്ള ടേമാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ദ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഓഫ് യുറേനിയം 235 ഇൻവോൾവ്സ് എ ന്യൂട്രോൺ സ്ട്രൈക്കിംഗ് എ യുറേനിയം 235 ന്യൂക്ലിയസ് കോസിങ് ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2 സ്മോളർ ന്യൂക്ലിയസ് ആൻഡ് റിലീസ് എനർജി ആൻഡ് അഡീഷണൽ ന്യൂട്രോൺസ്. ഇവിടെ അഡീഷണൽ ന്യൂട്രോൺ എന്ന് പറയുന്ന ന്യൂട്രോൺ ഇവിടെ 3N കാണിച്ചുള്ളത്, ഇത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണിച്ചുള്ളത്. അതുപോലെ ബേരിയമായിട്ടും ക്രിപ്റ്റോണായിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. യുറേനിയം 236 എന്ത് ചെയ്യുന്നു, ബേരിയമായിട്ടും ക്രിപ്റ്റോണായിട്ടും സ്പ്ലിറ്റ് ആവുന്നു. നമ്മുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ ഫ്യൂവലിൻ്റെ ചെയിൻ ഫിഷൻ റിയാക്ഷനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷനെ കുറിച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം പഠിച്ചു വെച്ചാൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യുറേനിയം 236 എന്ന് പറയുന്ന ഫ്യൂവലിൻ്റെ മേലെ നമുക്കറിയാം, ന്യൂക്ലിയസിൻ്റെ മേലെ നമ്മൾ ന്യൂട്രോൺ ഇടിപ്പിക്കുന്ന സമയത്ത്, സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അത് ബേരിയമായിട്ടും ക്രിപ്റ്റോണായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ന്യൂട്രോൺസ് ജനറേറ്റ് ആവുന്നുണ്ട് പുതിയതായിട്ട്. പിന്നെ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന എനർജിയുടെ ആ ഒരു അളവാണ് കാണിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോൾ ചെയിൻ റിയാക്ഷൻ ഉള്ള കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ കാണുന്ന പോലെ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഹീറ്റ് എനർജി. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ക്രിപ്റ്റോൺ, കണ്ടോ അവിടെ KR എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോൺ. നേരത്തെ നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ക്രിപ്റ്റോണായിട്ടും ബേരിയമായിട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ക്രിപ്റ്റോൺ ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഇവിടെ ബേരിയം കാണുന്നുണ്ടായിരിക്കും. പിന്നെ റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺസ് 3 ന്യൂട്രോൺസ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഹീറ്റ് എനർജിയാണ്, ഓക്കെ, ജനറേറ്റ് ആവുന്ന ഹീറ്റ് എനർജി ഇവിടെ കാണുന്നത്. ഓക്കെ, ഹീറ്റ് എനർജി അവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ലോ മൂവിങ് ന്യൂട്രോണ് ഈ യുറേനിയം 235 എന്ന് പറയുന്ന ഫ്യൂവലിൻ്റെ മേലെ ന്യൂക്ലിയസിന് മേലെ ചെന്നടിക്കുന്ന സമയത്ത് ഈ യുറേനിയം 235 എന്ന് പറയുന്ന ന്യൂക്ലിയസ് സ്പ്ലിറ്റായിട്ട് 2ആയിട്ട് മാറി. അത് വീണ്ടും സ്പ്ലിറ്റായിട്ട് വീണ്ടും 2ആയിട്ട് മാറും. ഇത് വീണ്ടും സ്പ്ലിറ്റായിട്ട് വീണ്ടും 2ആയി മാറും. അങ്ങനെ ചെയിൻ റിയാക്ഷൻ സംഭവിക്കും. അതിൻ്റെ കൂടുതൽ എന്ത് ചെയ്യും, ഇവിടെ ഹീറ്റ് എനർജിയും റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും, പുതിയ ന്യൂട്രോൺസും ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഓക്കെ ഹൈ എമൗണ്ട് ഓഫ്